മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് ശ്രീകല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മാനസപുത്രി എന്നൊരൊറ്റ സീരിയൽ മാത്രം മതി ശ്രീകലയെക്കുറിച്ച് വെളിപ്പെടുത്താനായി. ചിന്നു എന്ന കഥാപാത്രത്തിന്റെ അമ്മയായി എത്തി സോഫിയ എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ്. എൻ്റെ മാനസപുത്രി എന്ന സീരിയൽ എത്രമാത്രമാണ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയത് എന്ന് പറയാൻ പോലും പറ്റില്ല. അത്രമാത്രം പ്രേക്ഷക പ്രീതി തന്നെ നേടിയ ഒരു സീരിയൽ തന്നെയാണ് എൻ്റെ മാനസപുത്രി. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെ ശ്രീകല ശശിധരൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുമ്പും വൈറലായിട്ടുണ്ട്. ഇപ്പോഴിതാ ആത്മ എന്ന സീരിയൽ അസോസിയേഷൻകാരുടെ പരിപാടിക്കിടയിൽ താരത്തിനെ കണ്ടതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത്. 42 വയസ്സാണ് താരത്തിൻ്റെ പ്രായം. എന്നാൽ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു എന്നാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. ചെറുകുന്ന് സ്വദേശിയായ താരം വിപിൻ കുട്ടിക്കരെ വിവാഹം കഴിച്ചതിന് ശേഷം ഇവർക്ക് സാമവേദ് എന്നൊരു മകൻ കൂടിയുണ്ട്. മകനുമായിട്ടുള്ള ചിത്രങ്ങൾ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. പ്രധാനമായും മലയാള ടെലിവിഷനിൽ അഭിനയിച്ചതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെ നന്നായി അറിയുന്നതും താരത്തിൻ്റെ ഇത്തരം വാർത്തകൾ തന്നെയാണ്. രാത്രിമഴ, മകൾ, ബാലനും രമയും തുടങ്ങി നിരവധി സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് തന്നെയാണ് എൻ്റെ മാനസപുത്രിയും ദേവി മഹാത്മ്യവും. ഈ 2 സീരിയലുകൾ വളരെയധികം പ്രേക്ഷക പ്രീതി നേടിയ ഒന്നുകൂടിയാണ്. അല്ലിയാമ്പൽ, അമ്മ, സ്നേഹതീരം എന്നീ സീരിയലുകളിലും അതുപോലെ തിങ്കൾ മുതൽ വെള്ളി വരെ, എന്നിട്ടും, നാടോടി മന്നൻ, മകന്റെ അച്ഛൻ, ഉറുമി, കാര്യസ്ഥൻ എന്നീ സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. അവൾ എന്നൊരു സീരിയലിലും താരം അഭിനയിച്ചതായി പ്രേക്ഷകർക്ക് നന്നായി അറിയാം. അതായത് തമിഴിലും മലയാളികൾക്കുമൊക്കെ വളരെയധികം സുപരിചിതയാണ് ശ്രീകല ശശിധരൻ. ഇപ്പോൾ ആത്മയുടെ മീറ്റിംഗിനെത്തിയ താരത്തിന്റെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായ വാർത്തകൾ തന്നെയായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം സീരിയൽ താരങ്ങളെ കാണാൻ പറ്റിയ സന്തോഷമാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്നത്. അമ്മയിലെ പ്രശ്നങ്ങൾക്ക് ശേഷം ആത്മയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആത്മയിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും വളരെ നന്നായി തന്നെ മുൻപോട്ട് പോകുന്നുവെന്നും അങ്ങനെ തന്നെ അസോസിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നും പറയുന്നു. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ മനോഹരമായി പോവുകയാണ് എന്ന് താരങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്തയെപ്പറ്റി പ്രതികരിക്കുകയും സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ ആത്മയുടെ മീറ്റിംഗിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചുവെന്നും അമ്മയിലെ പ്രശ്നത്തെക്കുറിച്ച് അഭിസംബോധന ചെയ്തിരുന്നു എന്ന് പോലും ചോദിച്ചുകൊണ്ട് പലരും എത്തുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു വാർത്ത ഏറ്റെടുക്കുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹം എന്ന് വെറുതെ പറയുന്നതിനേക്കാൾ ഉപരി പ്രേക്ഷകരുടെ പ്രീതി ലഭിക്കുന്ന ഒരു വാർത്ത എന്ന് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് വെളിപ്പെടുത്താൻ സാധിക്കും. ഓരോ തവണയും പ്രേക്ഷകർക്ക് അത് വളരെ നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നത് മാത്രമല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് തന്നെ സീരിയലിലെ ഓരോ വിശേഷങ്ങളും മാറ്റാനും ഈ അസോസിയേഷന് സാധിക്കുന്നുണ്ട് എന്നതാണ് സത്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.